ചേർന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് നമ്മളിപ്പോൾ തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി വിവിധ തരത്തിലുള്ള ചർച്ചകളും പരിഹാര പ്രവർത്തനങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു. എന്നിരുന്നാലും നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു ഉയരത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ഈ മേഖലയിൽ പരീക്ഷിക്കുകയും ആവശ്യമായ പരിഷ്കരണങ്ങൾ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. നമ്മള് ഈ മേഖലയിലെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നത് അവരുടെ ഭാഷാപരമായ പ്രശ്നങ്ങളാണ്. കുട്ടികൾക്ക് മലയാളം എന്നുള്ളത് അവരുടെ മാതൃഭാഷ കഴിഞ്ഞ് രണ്ടാം ഭാഷയായി മാറുകയും ആ രണ്ടാം ഭാഷ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ, നമ്മൾ സ്കൂൾ പ്രവേശനം ആരംഭിച്ച അന്ന് മുതൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പുതിയ ഭാഷയിലേക്ക് കയറാൻ നിർബന്ധിക്കപ്പെടുകയും അതിലൂടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നിർബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ അവർ തികച്ചും ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളോട് വിമുഖത കാണിക്കുന്ന ഒരവസ്ഥ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് പഠിപ്പ് റുസി എന്ന പദ്ധതി കഴിഞ്ഞ 2 വർഷങ്ങളായി നടപ്പിലാക്കി വരുന്നത്. തീർച്ചയായും ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും എല്ലാ വിദ്യാലയങ്ങളിലേക്കും പൂർണ്ണമായി എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നൊരു പരിമിതി നിലനിൽക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആനവായി, കുട്ടിയാർകണ്ടി തുടങ്ങിയ കുറുമ്പ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച ഈ പദ്ധതി ഈ വർഷം മുതൽ മുഴുവൻ വിദ്യാലയങ്ങളിലേക്ക് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുഴുവൻ കുട്ടികളുടെ നമ്മളിപ്പോ കഴിഞ്ഞ സർവേ ഒക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ആ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളുടെ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളുടെ ഭാഷ ഗണിത ശേഷികളിൽ വലിയ രീതിയിലുള്ള പിന്നോക്കം നിൽക്കുന്നതായി നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ തിരിച്ചറിവിനുള്ള ഒരു പരിഹാരം എന്ന നിലക്കും ഈ മുഴുവൻ കുട്ടികളെയും അവരുടെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മമായി കണ്ടെത്തുകയും കണ്ടെത്തിയ പ്രശ്നങ്ങൾക്ക് ആവശ്യമായ പിന്തുണാ പ്രവർത്തനങ്ങൾ DRC തലത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതിനും അതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും ബഹുമാന്യരായ DD, DO, AO തുടങ്ങിയവരുടെ പിന്തുണയോടെയും സഹകരണത്തോടുകൂടി ഈ പദ്ധതി നടപ്പിലാക്കി ഈ വർഷം തന്നെ നമുക്ക് മുഴുവൻ കുട്ടികൾക്കും ഭാഷാ ശേഷിയിൽ പുറകോട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് 1 മുതൽ 4 വരെ ക്ലാസ്സിലുള്ള മുഴുവൻ കുട്ടികളെയും എഴുതാനും എഴുത്ത്, വായന തുടങ്ങിയ മുഴുവൻ പ്രവർത്തനങ്ങളും ഏറ്റവും ഉയർന്ന തലത്തിലെത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പരിപാടിയായിട്ടാണ് കൈത്താങ് എന്നൊരു പദ്ധതി DRC അഗളി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതിന്റെ ഒരു ആലോചനയും അതുമായി ബന്ധപ്പെട്ട മൊഡ്യൂൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ബഹുമാനിയായ വിദ്യാഭ്യാസ പ്രവർത്തകരായ കലാധരൻ മാഷുടെയും നമ്മുടെ SSKയുടെ സംസ്ഥാന തലത്തിലുള്ള SPOമാർ ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വിവിധങ്ങളായ യോഗങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു പരിപാടിയുടെ രൂപരേഖ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ രൂപരേഖയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ SCRT അംഗങ്ങളും നമ്മുടെ സംസ്ഥാന തല ഉദ്യോഗസ്ഥരും വിദ്യാഭ്യാസ പ്രവർത്തകരെല്ലാം ചേർന്നുള്ള ഒരു യോഗത്തിൽ അട്ടപ്പാടിയിലെ 3-4 ക്ലാസ്സിലെ അധ്യാപകരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഓൺലൈൻ യോഗം നടത്തുകയുണ്ടായി. ഈ ഓൺലൈൻ യോഗത്തിന്റെ ഭാഗമായി ക്ലാസ് മുറികളിൽ അധ്യാപകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ അധ്യാപകര് വളരെ കൃത്യമായ രീതിയിൽ അവരവിടെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുകയുണ്ടായി. വളരെ ആരോഗ്യകരമായ ഒരു യോഗമായിരുന്നു അന്ന് നടന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അധ്യാപകർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിനെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ടാണ് പുതിയ മൊഡ്യൂൾ തയ്യാറാക്കിയിട്ടുള്ളത്. അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് തീർച്ചയായും നമ്മള് ഒരു പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണം കൂടി, പാഠപുസ്തക പരിഷ്കരണം കൂടി നടപ്പിലാക്കിയ ഒരു സമയത്ത് നമ്മുടെ ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ പ്രവർത്തനാധിഷ്ഠിതമായി മാറുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും ചർച്ചയുടെ ചില മേഖലയിലെങ്കിലും നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ അക്കാദമിക പ്രവർത്തനങ്ങളുടെ തലത്തിലേക്ക് നമുക്ക് ഉയർത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു തിരിച്ചറിവ് കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹെഡ് മാസ്റ്റർമാർക്ക് ഇത്തരത്തിൽ ഈ കാര്യത്തിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നൽകിക്കൊണ്ട് അത് സ്കൂളിൽ നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കേണ്ടത് നമ്മുടെ ബഹുമാനരായ പ്രധാനാധ്യാപകരാണ്. ആ തരത്തിൽ അത് ഏറ്റെടുക്കാൻ പ്രധാനാധ്യാപകർ തയ്യാറാവണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ക്ലാസ് തലത്തിൽ 1, 2, 3, 4 ക്ലാസ് തലത്തിൽ ഈ നടക്കുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ, ആ മോണിറ്റർ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് നിരന്തരമായി നമ്മൾ SRG യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ട്
നമ്മൾ സ്കൂൾ തലത്തിലുള്ള പ്രധാനാധ്യാപകരുടെ നേതൃത്വത്തിലും ക്ലാസ് അധ്യാപകരും DRC സംവിധാനവും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു വലിയ ലക്ഷ്യത്തെ അച്ചീവ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമം ആരംഭിക്കുകയാണ്. ആ ശ്രമം വളരെ സുതാര്യമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഞങ്ങള് പ്രധാനമായും കാണേണ്ടത് എല്ലാ വർഷവും ഓരോ പദ്ധതി വരും. ആ പദ്ധതി ഇങ്ങനെ ഓരോ പേരിട്ട് വിളിക്കും, ആ പദ്ധതി നടപ്പിലാക്കും. അത് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് തേഞ്ഞു മാഞ്ഞില്ലാതെ പോകും എന്ന തരത്തിൽ കാണരുത്. നമ്മളെല്ലാവരും ലക്ഷ്യം വെക്കുന്നത് പ്രൈമറി തലത്തിൽ കുട്ടികൾക്ക് എഴുത്ത്, വായന അത് ഓരോ അധ്യാപകരും ഏറ്റെടുക്കുകയാണ്. എന്റെ ക്ലാസ്സിൽ നിന്നും പോകുന്ന കുട്ടി ഈ മുഴുവൻ ശേഷിയും ആർജിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് വിടൂ എന്ന തീരുമാനത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ ഒരു 2 പരിശീലനത്തിന്റെ ഭാഗമായി അധ്യാപകരെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ ആത്മവിശ്വാസം നൽകാനും അവർക്ക് ആവശ്യമായ പിന്തുണ ഉറപ്പിക്കാനും അവർക്ക് ആവശ്യമായ അവരുടെ ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്ന നിലയ്ക്ക് DODD, AEO, DRC സംവിധാനം മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തണം. അതിനുള്ള ഒരു യോഗമാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ പറയുന്നതിനായിട്ട് ബഹുമാന്യായ DD മാഡം പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. DD മാഡം DG വിളിച്ച ഒരു അർജന്റ് യോഗത്തിൽ പങ്കെടുക്കുകയാണ്. ആ യോഗത്തിനിടയ്ക്ക് ഇതിലേക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി നമ്മുടെ ബഹുമാനിയായ DO ഗീതാകുമാരി മാഡം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗീതാകുമാരി മാഡത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം മണ്ണാർക്കാട് AEO അബൂബക്കർ സാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സാറേയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് 2 വാക്ക് സംസാരിക്കുന്നതിനായി DO ഗീതാകുമാരി മാഡത്തോട് അഭ്യർത്ഥിക്കുന്നു.